ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ക്രാഫ്റ്റൊക്കെ ചെയ്ത് തുടങ്ങിയോ? ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വേറൊരു അടിപൊളി ക്രിസ്മസ് ക്രാഫ്റ്റുമായിട്ടാണ്. നമ്മുടെ ക്രിസ്മസ് ക്രാഫ്റ്റ് സീരീസിലെ 4ാമത്തെ വീഡിയോ ആണ് ഇന്ന് കേട്ടോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള വാൾ ഹാങ്ങിങ് അല്ലെങ്കിൽ ഒരു വാൾ ഡെക്കോറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. അതാണ് ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് വേണ്ടത്. ഇനി ഞാൻ വേറൊരു പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നേരെ ഹാഫായിട്ട് മടക്കാണ്. ഏത് പേപ്പർ ആയാലും കുഴപ്പമില്ല, ഒരു സാധാരണ ന്യൂസ് പേപ്പർ ആയാലും മതി. അതിനുശേഷം ഒരു ബെല്ലിൻ്റെ ഹാഫ് പോർഷൻ നമ്മളിവിടെ വരയ്ക്കുകയാണ്. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് സൈഡും ഈക്വലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് വരച്ച് കട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം, നമുക്കിത് എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും എടുക്കാം. അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെയും ചോയ്സ് അനുസരിച്ചാണ്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കാർഡ്ബോർഡ് ബോക്സിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ദാ ഈ ഒരു രീതിയിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഒരു ബെല്ലിൻ്റെ മുകളിൽ മറ്റേ ബെല്ല് വരുന്ന രീതിയിലാണ് ഞാൻ വരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതൊന്ന് കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പെയിൻറ് യൂസ് ചെയ്യാം, കളർ പേപ്പർ യൂസ് ചെയ്യാം, ഫോം ഷീറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്ലിറ്റർ പൗഡർ യൂസ് ചെയ്യാം. ഞാനിവിടെ ഫോം ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കാരണം ഞാനത് എടുത്തുന്നേ ഉള്ളൂ. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത ഒരു ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് 2 കളർ ഫോം ഷീറ്റിൽ നിന്നും നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു യെല്ലോ ആൻഡ് ഗോൾഡൻ തീമിലാണ് ഇത് ചെയ്തെടുക്കാൻ പോകുന്നത്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓടിയെത്തുന്ന കളേഴ്സ് ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ അടിഭാഗത്ത് ആ പോർഷൻ ഉണ്ടല്ലോ, അത് 2 എക്സ്ചേഞ്ച് ചെയ്ത് വെക്കാനുള്ളതാണ്. ഇനി നമ്മുടെ കാർഡ്ബോർഡിൽ നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബെല്ല് ഇതാ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനി അടുത്തത് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്ന പണിയാണ്. അപ്പോൾ ഈ ഫോം ഷീറ്റിൽ തന്നെ ചെറിയ പേപ്പർ സ്ട്രിപ്സ് പോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാനിവിടെ ഒട്ടിക്കുകയാണ്. പിന്നെ നമ്മുടെ ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്റ്റോൺ ചെയിനുണ്ടല്ലോ, അപ്പോൾ അതും ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഭംഗിയാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ടെംപ്ലേറ്റ് ഉണ്ടാക്കിയില്ലേ, അതുപോലെ തന്നെ ഈ ഒരു ഷേപ്പിലും കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് സെയിം നമ്മുടെ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്ന് നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ റെഡ് ഫോം ഷീറ്റിൽ നിന്നാണ് കുറച്ച് വലിപ്പമുള്ളത് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനേക്കാളും കുറച്ച് വലിപ്പം കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഗോൾഡൻ ഫോം ഷീറ്റിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ 3-4 ഷേപ്പിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇത് മേലേക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും മതി. ഒന്നും കൂടി ഒന്ന് കളർഫുൾ ആവണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ കളറുള്ള ഫോം ഷീറ്റ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു ലീഫിൻ്റെ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ബെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഹാങ് ചെയ്തിടാനാണ്. ഇതേപോലെ ഒരു സാറ്റിൻ റിബണും കൂടി ഞാൻ ഒട്ടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് ചുമലിൽ ഒട്ടിച്ച് വെക്കാം. ഇതാകുമ്പോൾ നമുക്ക് ക്രിസ്മസ് ട്രീയിലോ അല്ലെങ്കിൽ നമ്മുടെ ഡോറുമഴോ ചുമരുമഴോ ഒക്കെ ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ക്രാഫ്റ്റ് സീരീസ് തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിരുന്നതാണ് ക്രിസ്മസ് വാൾ ഹാങ്ങിങ്. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതുപോലെ സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള വാൾ ഹാങ്ങിങ്സും അതുപോലെ തന്നെ ക്രിസ്മസ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ വരാനിരിക്കുന്നുണ്ട്, കാത്തിരിക്കുക. പിന്നെ ഇതിലിപ്പോൾ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഇല്ലാന്ന് കരുതി ആരും വിഷമിക്കരുത്. നമുക്കതിന് പകരം കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നില്ലെങ്കിലും ഗ്ലിറ്റർ പൗഡറെങ്കിലും യൂസ് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് കിട്ടാനും എളുപ്പമാണ്, വിലയും കുറവാണ്. പിന്നെ ഫോം ഷീറ്റിൻ്റെ റേറ്റൊക്കെ വരുന്നത് 10 രൂപ, 12 രൂപ, 14 രൂപയ്ക്ക് വരുന്നുണ്ട്. പക്ഷെ ഒരെണ്ണം വാങ്ങിയാൽ തന്നെ നമുക്ക് ഇതേപോലെ ഇഷ്ടം പോലെ വാൾ ഹാങ്ങിങ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും
പിന്നെ ഇനി വരുന്ന വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.